ഗൈസ്, ഇവിടെ ഞാനേ ബൈക്ക് എടുത്ത് കറങ്ങാൻ പോയി കയറുന്നുട്ടാ. അതിൻ്റെ ഇടയ്ക്കാണ് രാജുവേട്ടൻ നമ്മളെ വിളിച്ചേ. എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്തുട്ടായാലും ചോദിച്ചു നോക്കാം. നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാണ്. രാജുവേട്ടൻ പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. രാജുവേട്ടാ, എന്താ ഉണ്ടായേ? എന്താ പ്രശ്നം? എടാ ജാക്കേ, നീ വന്നാ? അതെ, നൈസായിട്ട് പണിപ്പാളി. നീ ബൈക്ക് എടുത്ത് കറങ്ങാൻ പോയില്ലേ? ആ ടൈമിലേ പോലീസുകാർ വീട്ടിലേക്ക് വന്നു. അവര് വന്നിട്ട് എന്നെ തല്ലി ചതച്ചു. അതൊക്കെ പോട്ടെ, എൻ്റെ കയ്യിലേ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അവന്മാർ ആ ഓട്ടോറിക്ഷ എടുത്തോണ്ട് പോയി. എൻ്റെ ഓട്ടോറിക്ഷ ഇപ്പോൾ സ്റ്റേഷനിലായിരിക്കണേ. അത് ശരി, അതാണ് കാര്യം. ആ പോലീസുകാർ ഞാൻ വെറുതെ വിടില്ല. അവർക്ക് എന്നോടല്ല പ്രശ്നം. എൻ്റെ അടുത്ത് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണ്ടേ, അല്ലാണ്ട് രാജുട്ടൻ്റെ അടുത്തല്ല. ആ പോലീസുകാർ ഇപ്പോൾ കാണിച്ചതേ ഒട്ടും ശരിയായില്ല. ഇത് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ സ്റ്റേഷനിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. രാജുട്ടൻ്റെ ഓട്ടോറിക്ഷ പിന്നെ അവിടെ ഉണ്ട്. ഹലോ സാറേ, സാറ് എന്തൊരു പണി കാണിച്ചേ? എന്തിനാ രാജുട്ടൻ്റെ ഓട്ടോറിക്ഷ എടുത്തേ? അതെ, ആ ഓട്ടോറിക്ഷ നമുക്ക് തിരിച്ചെന്നേക്ക്, നിങ്ങൾ ശരിയാവില്ല. ഓ, നിനക്ക് ഓട്ടോറിക്ഷ വേണമല്ലേ? ഓട്ടോറിക്ഷ ഇപ്പം നമ്മൾ തിരിച്ചു തരാൻ പോണില്ല. തിരിച്ചു തരാം, പക്ഷെ അതിന് പകരമായിട്ടേ ഞാനൊരു പണി തരും. ആ പണി നീ ചെയ്യണം. പണിയാ? എന്തൊട്ട് പണി? ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നീ ഇപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാലേ, ആ ജംഗലിൻ്റെ ഇടയിൽ ഒരു വീടില്ലേ, ആ വീട്ടിലെ ഇഷ്ടം പോലെ ഗുണ്ടകൾ താമസിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ആ ഗുണ്ടകളെ തീർക്ക്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഓട്ടോറിക്ഷ തിരിച്ചു തരാം. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ പോയിട്ട് ആ ഗുണ്ടകളെ തീർത്തിട്ട് വരാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ സാറില്ലേ, എനിക്കൊരു പണി തന്നേക്കാ. നമുക്കിനി നേരെ ജംഗിളിൽ പോണം. ജംഗിളിൽ പിന്നെ ഒരു വീടില്ലേ, ആ വീട്ടിലെ കുറെ ഗുണ്ടകൾ താമസിക്കുന്നുണ്ടെന്ന്. നമുക്കപ്പോൾ അവന്മാരെ തീർക്കണം. അതാണ് ആ സാറ് നമുക്ക് തന്ന പണി. എന്നാ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ആ സാറ് പറഞ്ഞ പണി ഇങ്ങ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓട്ടോറിക്ഷ തിരിച്ചു കിട്ടേ. നമുക്കപ്പോൾ നേരെ ജംഗിളിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ജംഗിളിൽ വന്നേക്കാ. ഇവിടെയാണ് ആ ഗുണ്ടകൾ താമസിക്കണേ. നമുക്കപ്പോൾ ഈ ബൈക്ക് അകത്ത് പാർക്ക് ചെയ്യാം. എവിടെ അവന്മാര്? ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എടാ ജാക്ക്, നീയാ? നീ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നേ? അതെ, മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ കളി മാറും. ഓ പിന്നെ, ഞാനിപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. ഞാനിവിടെ ഉള്ളപ്പോഴേ ഇവിടെ വേറൊരു ഗ്യാങ് വേണ്ട. ഇതെന്തത്? ഇവൻ ആൾ കൊള്ളാലോ, നമ്മളെ അടിക്കാറായ. അതെ, ഇവന് വെറുതെ ഇടാൻ പാടില്ല, നമുക്കിവനെ തീർത്തളയാം. എന്തുട്ട് എന്നെ തീർത്തളയേ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? ചാവങ്ങോട്ട്, ദേ കിടക്കണ അവിടെ. അങ്ങനെ ഇവരുടെ കാര്യത്തിൽ തീരുമാനമായി. ഈ ട്രാക്ടർ എങ്ങനെ ഓടിക്കാൻ വന്ന്? നമുക്കിതങ്ങ് കത്തിച്ചളയാം, ഇതിൻ്റെ ആവശ്യമില്ലേ? ഒരു മിനിറ്റ്, അവിടെ മേലെ എന്തുണ്ടല്ലോ? ഗൈസ്, ഇതുണ്ടല്ലേ, ടെറസിൻ്റെ മേലെ ഒരു ഫോർച്യൂണർ ഉണ്ട്. ഈ കാർ എങ്ങനെ ഓടിക്കാൻ വന്ന്? അതെനിക്ക് മനസ്സിലാവണില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം ഒരു കാറ് കിട്ടിയില്ലേ, അത് മതി. ആ സാറുമാർ പറഞ്ഞ പണി ഞാൻ ചെയ്തു. ആ ഗുണ്ടകളൊക്കെ അടിച്ചിട്ടു, എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളിനും ബാക്കിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിൽ പോവാം. എന്നിട്ട് ആ ഓട്ടോറിക്ഷയില്ലേ, അതങ്ങ് എടുത്തോണ്ട് വരാം. അന്നേരം രാജുവേട്ടൻ ഹാപ്പി ആവേ. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ സ്റ്റേഷനിൽ പോവാം. ഓക്കെ, നമ്മളെങ്ങനെ സ്റ്റേഷനിൽ വന്നേക്കാ. ഈ ഫോർച്യൂണർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ സാറേ, അതെ, സാറ് പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തു. ആ ഗുണ്ടകളൊക്കെ തീർത്തളഞ്ഞു, ഒരാളിനെ പോലും ബാക്കി വെച്ചില്ല. ഇനി ആ ഓട്ടോറിക്ഷയില്ലേ, അതെനിക്ക് തിരിച്ചെന്നേക്ക്. ഓട്ടോറിക്ഷയാ? എന്നിട്ട് ഓട്ടോറിക്ഷ? നിനക്ക് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാൻ പോണില്ല. അതെ, പോയി അവിടുന്ന്. ശരി, പോയേന്നാ? എന്നെ ആട്ടി വിടാൻ നോക്കാണോ? അതെ, നിങ്ങളിനി വെറുതെ ശരിയാവില്ല.
നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തു. എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് ആട്ടിവിടെ. നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. ഒരൊറ്റ പോലീസുകാരും വെറുതെ വിടില്ല. എല്ലാത്തിനും തീർത്തളയും. എടാ ജാക്കേ, നീ പോലീസുകാരെ വെടിക്കാറയ്യ. അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നിട്ട് വെറുതെ വിടില്ല എന്നാ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ചാവ് അങ്ങോട്ട്, ചാവ്. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ച നടക്കില്ല. ഓക്കെ, ഇവിടെ ഞാനേ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു. ഒരാളിനും ബാക്കി വെച്ചില്ല. ആ ഓട്ടോറിക്ഷ പിന്നെ അവിടെ തന്നെ ഉണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആ ഓട്ടോറിക്ഷ എടുത്തിട്ടേ വേഗം സ്ഥലം വിടാം. ഇനിയിപ്പോൾ അവിടെ നിൽക്കണ്ട. ഞാൻ അവരോട് മര്യാദയ്ക്ക് ചോദിച്ചതാ ഓട്ടോറിക്ഷ തിരിച്ചു തരുമെന്ന്. പക്ഷെ അവർക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ട് എന്താണ്ടായി? എല്ലാത്തിനും തീർത്തളഞ്ഞു. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ഈ ഓട്ടോറിക്ഷയില്ലേ അത് രാജുവേട്ടന് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.